ഓം ശാന്തി. ഗുഡ് മോർണിംഗ്. നമ്മളെല്ലാവരും ഇന്ന് സദ്ഗുരുവായൂരിൻ്റെ ദിവസത്തിൽ ബാബനെ മുരളി കേട്ടു. അപ്പോൾ ഇന്നത്തെ മുരളിയിൽ ബാബ പറഞ്ഞത് എന്തായാലും ശരി, ബാബനെ എത്ര സമയം പറ്റും നിങ്ങൾ ഓർക്കണം. പിന്നെ ബാബ ഇതും പറഞ്ഞു, മുരളിയിൽ നമ്മൾ ഫുൾ ഡേയിൽ വളരെ കാര്യങ്ങൾ ബിസി ആയിരിക്കും. അതുകൊണ്ട് ഏറ്റവും നല്ല സമയം നമുക്ക് കിട്ടുന്നത് രാവിലത്തെ സമയമാണ്. നമ്മുടെ BK സ്റ്റുഡൻറ്റ് ലൈഫിൻ്റെ ഫസ്റ്റ് സെഷൻ നമ്മൾ തുടങ്ങുന്നത് രാവിലെ 3:30-4 മണിക്കാണ്, അമൃത് വേല, ബ്രഹ്മമുഹൂർത്തത്തിൽ. അപ്പം പുതിയ കുട്ടികളും ഇപ്പം ഇവിടെ ക്ലാസ്സിലുണ്ട്. ചിലപ്പം പെട്ടെന്ന് രാവിലെ 4 മണിക്ക് എണീക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പം വിഷമമായിരിക്കും. പക്ഷെ മെല്ലെ 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 അത് നമ്മുടെ ഒരു സംസ്കാരം, നമ്മുടെ ജീവിത ശൈലിയാക്കി മാറ്റണം. ഓക്കെ, നമ്മളിപ്പോൾ എല്ലാ ദിവസവും 6 മണിക്ക് എണീക്കുന്നുണ്ട്, അത് കുറച്ച് മെല്ലെ ഒരു 5:30 ആക്കണം, 5 മണിയാക്കണം, 4:45 ആക്കണം, 4 മണിയാക്കണം. റൈറ്റ്. ഇപ്പോൾ നേരത്തെ ബെഹൻജി പറഞ്ഞ മാതിരി ഇപ്പം നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുള്ളത് മൻസാ സേവൻ്റെ. നമ്മുടെ ആഗസ്റ്റ് മാസത്തിൽ നമ്മുടെ ഒരു വലിയൊരു മൊത്തം ഇന്ത്യയിലും പിന്നെ ലോകത്തിൽ പല സ്ഥലത്തും നമ്മൾ ബ്രഹ്മകുമാരീസ് ഇനീഷ്യേറ്റീവ് എടുത്തൊരു നല്ല പ്രൊജക്റ്റാണ്. അതാണ് രക്തദാൻ ശിബിർ, ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പയിൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൻസാ സേവ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി സുമേഷ് ഭായിയും കൃഷ്ണഭായിയും വളരെ നന്നായിട്ട് ഒരു കമൻട്രി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ തൽപ്രമ്പ് ജ്ഞാനദീപത്തിന് എല്ലാ ബാബേൻ്റെ കുട്ടികൾ രാവിലെ എണീക്കണം, അലാറം വെക്കണം. അലാറം വെച്ചിട്ട് 3:30 വേണ്ടി എണീക്കണം. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ സൂം ഓൺ ചെയ്തിട്ട് വേണമെങ്കിൽ ഉറങ്ങിക്കോളൂ. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ അറ്റൻഡൻസ് അറ്റ്ലീസ്റ്റ് വരുമല്ലോ. ഇനിയിപ്പോൾ ആഗസ്റ്റ് മാസം വരെ 2-3 മാസമാണല്ലോ. അപ്പോൾ 2-3 മാസം എല്ലാ ദിവസവും രാവിലെ എണീക്കേണ്ട ആ ഒരു സംസ്കാരം വന്നാൽ നമ്മളിതൊരു ജീവിത ശൈലിയായിട്ട് മാറും. പിന്നെ എന്ത് വന്നാലും ശരി, നമ്മൾ തന്നെ നമ്മുടെ ഉറക്കം ഇത് ആയിട്ട് നമ്മൾ എണീക്കാൻ പറ്റും. അപ്പോൾ BK സ്റ്റുഡൻറ്റ് ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് അമൃത് വേല, രാവിലത്തെ ബാബൻ്റെ ഓർക്കുന്നത്. ഇന്നും ബാബ പറഞ്ഞിട്ടുണ്ടല്ലോ, ബേബി ബുദ്ധി എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. റൈറ്റ്. അപ്പോൾ എത്ര ബേബിമാരെ നാളെ രാവിലെ 4 മണിക്ക് എണീച്ചിട്ട് സൂമിൽ ചേരുമെന്ന് കൈപ്പൊക്കാട്ടെ. ബ്രദർ ഒന്ന് കൈപ്പൊക്ക്. റൈറ്റ്. ആ കുട്ടി എന്താ ഉണ്ട്, കൈപ്പൊക്ക്. അമ്മ മാത്രം എണീച്ചാൽ പോരാ, നിങ്ങൾ കുട്ടി എണീക്കണം. പിന്നെ മുമ്പ് കാലത്ത് നമുക്ക് ഓർമ്മയുണ്ടാവും. നമ്മുടെ അച്ചാച്ചന്മാരെപ്പം പറയാണ്, രാവിലെ 4 മണിക്ക് എണീച്ചിട്ട് പഠിക്കുക, 4 മണിക്ക് എണീച്ച് പഠിക്കുക. നമ്മുടെ എല്ലാ അമ്പലത്തിലും ആദ്യത്തെ പൂജ എടുക്കുന്ന അമൃത് വേല ബ്രഹ്മമുഹൂർത്താണ്. ഓക്കെ. അപ്പോൾ സൗമ്യ സിസ്റ്റർ ഇവരുടെ എല്ലാവരും പേര് നോട്ട് ചെയ്യണേ, ഇവരുടെ അഡ്രസ്സും നോട്ട് ചെയ്യണം. നാളെ ഒരു കാര്യം ചെയ്യണം, 3 മണിക്ക് സൗമ്യ ബേനും രഞ്ജിത് ഭായി എണീച്ചിട്ട് ചായയും കോഫിയും ലെമൺ വാട്ടർ ഉണ്ടാക്കിയിട്ട് ഇവർ എണീച്ചിട്ടില്ലെങ്കിൽ ഇവരുടെ വീട്ടിലേക്ക് പോകണം. വീട്ടിൽ പോയിട്ട് വളരെ സ്നേഹത്തോട് എണീപ്പിക്കുക. ചായയും കോഫി, നിങ്ങൾക്ക് ചായ കോഫി വേണ്ടേ, ലെമൺ വാട്ടർ എന്താ വേണ്ടേ, സൗമ്യ സിസ്റ്റർ നേരത്തെ പറയണേ. പിന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വരുവേ. ഒരാഴ്ചത്തെ സമയം തരാം സംസ്കാരം ശരിയാക്കാൻ വേണ്ടിയിട്ട്. ഒരാഴ്ച നിങ്ങൾ എണീച്ചിട്ടില്ലെങ്കിൽ സൗമ്യ സിസ്റ്റർ രഞ്ജിത് ഭായി ഞാനാണ് കൂട്ടിയിട്ട് വരുക. എൻ്റെ അടുത്ത് വണ്ടിയൊക്കെ ഉണ്ട്. ഞാൻ വണ്ടിയിൽ കുറേ ബാക്കിൽ ഡിക്കിയും പിന്നെ ഇതൊക്കെ ഉണ്ട്, അതിൽ ഇട്ടിട്ട് നമ്മൾ വരും, 3 വരും. ഏതായാലും ഇത്ര ദൂരം നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന സ്ഥിതിക്ക് നിങ്ങൾ മാത്രം എണീപ്പിക്കൂല, നിങ്ങളുടെ വീട്ടുകാരെല്ലാവരും എണീപ്പിക്കും. അവർ അവൻ്റെ കുട്ടി ആയാലും ശരി ഇല്ലെങ്കിൽ ശരി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അവർ എണീക്കുമല്ലോ. അപ്പോൾ അവർക്ക് ദേഷ്യം വരില്ല. ഏതായാലും ഇത്ര ദൂരം വന്ന സ്ഥിതിക്ക് വീട്ടുകാർ മാത്രമല്ല നാട്ടുകാരെ നമ്മൾ എണീപ്പിക്കും, അടുത്തെല്ലാവരും നമ്മൾ ചായ കുടിപ്പിക്കും. റൈറ്റ്. അപ്പോൾ ഒരാഴ്ചത്തെ സമയം ശരിക്കും പറഞ്ഞാൽ ബാബ വളരെ സ്നേഹത്തോട് പറയുന്നതാണ്. റൈറ്റ്. രാവിലെ എണീക്കേണ്ട സംസ്കാരം ആക്കണം. രാവിലെ തന്നെ നമ്മൾ ബാബേനെ ഓർത്തിട്ടുണ്ടെങ്കിൽ, ഈ മനസ്സാ സേവ ചെയ്തിട്ടുണ്ടെങ്കിൽ മൊത്തം ദിവസം നല്ല ഉന്മേഷമായിരിക്കും. റൈറ്റ്. ബാബ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എയിം ഒബ്ജക്റ്റ് ഓർക്കണം. എയിം ഒബ്ജക്റ്റ് എന്താണ് ബാബ പറഞ്ഞത്? പ്രിൻസസ് ബന്ന, പ്രിൻസസ്. നമ്മുടെ പഴയ കാലത്തെ രാജാക്കളൊക്കെ ഉണ്ടായിരുന്നു, പ്രിൻസ്, രാജ്കുമാരനും രാജ്കുമാരി. ഇപ്പം മൊത്തം ലോകത്തിൽ ഏത് കൺട്രിയാണ് ഉള്ളത് വിച്ച് ഹാസ് ഗോട്ട് ദ ലെഗസി ഓഫ് കിങ്? ലോകത്തിൽ ഏത് രാജ്യത്തിനാണ് ഉള്ളത്? ഒന്ന് ഓർക്കാൻ പറ്റുമോ? കുവൈറ്റ് ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്. പിന്നെയോ? സൗദി. ഓക്കെ. പിന്നെയോ? നേപ്പാളില്ല. നേപ്പാൾ ഹാസ് ബിക്കം എ ഡെമോക്രാറ്റിക് കൺട്രി. അവർ പ്രജാതന്ത്രമായി.
ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇസ് ഗ്രേറ്റ് ബ്രിട്ടൻ. എന്നും ഗ്രേറ്റ് ബ്രിട്ടനിൽ ആ റാണിക്ക് അത്ര അതേ ഇതുണ്ട്. അവിടെ പ്രൈം മിനിസ്റ്ററിനെ കാട്ടി കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്ന അവിടുത്തെ രാജ്കുമാരനും റാണിയും രാജാവാണ്, പ്രിൻസ്. അപ്പോൾ പ്രിൻസസ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ബ്രിട്ടീഷേഴ്സിന് വേണ്ടിയിട്ടാണ്. റൈറ്റ്? ഭാരതത്തിൽ അവരാണ് കൺട്രോൾ ചെയ്തത്, ദ ക്വീൻ ഓഫ് ബ്രിട്ടൻ. ഓക്കെ. അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ കുറേ രാജ്മഹലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഗ്രേറ്റ് ബ്രിട്ടൻ്റെ നമ്മളിത് കണ്ടിട്ടുണ്ട്, അത് രാഷ്ട്രപതി ഭവനാണ്. അപ്പോൾ 2 മേക്ക് സ്വാമിഭായിക്ക് ഒരു വലിയൊരു സൗഭാഗ്യം കിട്ടി, രാഷ്ട്രപതി ഭവൻ പോകാൻ വേണ്ടിയിട്ട്. അപ്പം കൈയടിക്കാൻ മനസ്സിൽ തോന്നുന്ന കൈയടിക്ക്. രാഷ്ട്രപതി ഭവൻ ഡൽഹിയിലെ അത് മൊത്തം ഇത്ര വലിയ രാജ്മഹൽ റാണിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് ആ ആർക്കിടെക്റ്റിൻ്റെ പേരാണ് എഡ്വിൻ ലുട്ടിയൻ. ഹിസ് നെയിം ഇസ് എഡ്വിൻ ലുട്ടിയൻ. ഒരു 400 ഏക്കർ ലാൻഡിലാണ് ഈ രാഷ്ട്രപതി ഭവൻ ഉണ്ടാക്കുന്നത്. കലിയുഗത്തിന് അന്തിമ സമയത്ത് രാജാവിൻ്റെ ഒരു അടയാളമാണ് രാഷ്ട്രപതി ഭവൻ. അത് കഴിഞ്ഞിട്ട് രാജാവ് ഭാരതത്തിൽ ഉണ്ടായിട്ടില്ല. സോ ദ ലാസ്റ്റ് സിമ്പിൾ ഓഫ് പ്രിൻസസ് ഇസ് രാഷ്ട്രപതി ഭവൻ. ഞാൻ 2-ാം തീയതി പോകുമ്പോൾ 400 ഏക്കർ ലാൻഡിലാണ് ഈ രാഷ്ട്രപതി ഭവൻ ഉള്ളത് ഡൽഹിയിൽ. ഒരു 10-36 ഗേറ്റ് ഉണ്ട്. അപ്പം രാഷ്ട്രപതി ഭവൻ്റെ അടുത്ത് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് നമുക്ക് 2 May ആണ്. 2 May. അപ്പം ഞാൻ 1-ാം തീയതി ഡൽഹിയിലേക്ക് എത്തി. അപ്പം ഞാൻ വിചാരിച്ചു 2-ാം തീയതി ആണ് അവിടെ പോകേണ്ടത്. അപ്പം 1 May ഏതായാലും നേരത്തെ ഒരു ദിവസം പോയിട്ട് ഡൽഹിയിൽ സെറ്റിൽ ആവാമെന്ന് പറയുമ്പോൾ, അപ്പോൾ ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്താണ് എനിക്ക് ഫോൺ വന്നത്, ORCൻ്റെ ദീപേഷ് ഭായ്. സ്വാമി ഭായ് എവിടെ എത്തിയത്? ഞാൻ പറഞ്ഞു ഞാൻ ഓൺ ദ വേ. അപ്പം പറഞ്ഞു നിങ്ങൾ ഡൽഹി എത്തിയപാട് ORCയിലേക്ക് വരണ്ട, നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി തയ്യാറാക്കിയിട്ട് രാഷ്ട്രപതി ഭവനിലേക്ക് വരണം. അപ്പം ഞാൻ പറഞ്ഞു നാളെ അല്ലേ അപ്പോയിൻമെൻറ്റ്? അല്ലല്ല, ഇന്ന് ഒരു ദിവസം തലേ ദിവസം തന്നെ വരണം. ഞാൻ പറഞ്ഞു തലേ ദിവസം എന്തിനാണ് വരുന്നത്? അപ്പം പറഞ്ഞു അവിടെ എത്തിയിട്ട് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ ഇന്നോട് 4-5 പേരിൻ്റെ അപ്പോയിൻമെൻ്റ് ആയിരുന്നു. ബ്രഹ്മകുമാരീസിൻ്റെ ഒരു ടീമിനെ രാഷ്ട്രപതി ഭവൻ വിളിച്ചായിരുന്നു. അതൊരു MOU സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. ബ്രഹ്മകുമാരീസും സോഷ്യൽ മിനിസ്ട്രി ഫോർ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻ്റെ ഒരു MOU ആണ്. അതായത് നമ്മൾ മൊത്തം ഇന്ത്യയിൽ സേവ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരു പെർമിഷനാണ്. ആ ലെറ്റർ എടുത്തിട്ട് നമ്മൾ ഭാരതത്തെ എവിടെ വേണമെങ്കിലും പോവാം. നമ്മുടെ കണ്ണൂർ വേണമെങ്കിൽ പോവാം, ആ ലെറ്റർ കാണിക്കുക, ഇതാണ് ലെറ്റർ, ദിസ് ഇസ് എൻ MOU സൈൻഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ഓണറബിൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഞാൻ അവിടെ ഡൽഹിയിൽ പോയി തയ്യാറായിട്ട് രാഷ്ട്രപതി ഭവൻ പോകുമ്പോൾ, റൈറ്റ്, അപ്പോൾ ഇത്ര ഗേറ്റ്സിൽ ഏത് ഗേറ്റാണ് വരേണ്ടത്? അപ്പോൾ ആ ഗേറ്റ് പറഞ്ഞു യു ഷുഡ് കം ടു ഗേറ്റ് നമ്പർ 32. അപ്പോൾ അവിടെ എത്തിയിട്ട് നമ്മൾ രാഷ്ട്രപതി ഭവൻ പോയിട്ട് അവരെന്താ ചെയ്ത് പറഞ്ഞാൽ, രാഷ്ട്രപതി പിറ്റേ ദിവസം കാണുന്നുണ്ട്, പക്ഷെ ഒരു ദിവസം നമുക്ക് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ് അവർ വിളിച്ചത്. അപ്പോൾ ട്രെയിനിങ് എന്താണ്? ഇവിടെ ഇരിക്കണം, ഈ സമയത്ത് എണീക്കണം, ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെ സ്റ്റേജിലേക്ക് പോകണം, അതിന് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ്. റൈറ്റ്? MOU സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഓരോരോ റിഹേഴ്സലാണ് ചെയ്യുന്നത്. സ്റ്റേജിൽ ഓരോരാളിരുന്നു. അപ്പം ആശാ ദീദിജി വന്നില്ല, ആശാ ദീദി പിറ്റേ ദിവസം വരുള്ളൂ. അപ്പം വേറൊരു സിസ്റ്ററിനെ എത്തിച്ചു. രാഷ്ട്രപതി ഇവിടെ ഇരിക്കും, ഒരു മിനിസ്റ്റർ ഇവിടെ ഇരിക്കും, ഒരു മിനിസ്റ്റർ ഇവിടെ ഇരിക്കും, ഇവിടെ ശിവാനി ബഹൻ, ഇവിടെ ആശാ ദീദിജി, ഇവിടെ സെക്രട്ടറി, ഇവിടെ ആശാ ദീദി. അപ്പം ഈ സമയം വരുമ്പം നിങ്ങൾ MOU നേരത്തെ സൈൻ ചെയ്ത് വെക്കണം. രാഷ്ട്രപതി ഭവന് മുമ്പ് നിങ്ങളിങ്ങനെ കാണിക്കണം, നിങ്ങളിങ്ങനെ കാണിക്കണം, എക്സ്ചേഞ്ച് ചെയ്യണം, പിന്നെ ഇങ്ങനെ കാണിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഓരോരാളുടെ ട്രെയിനിങ് ആണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും ട്രെയിനിങ് തന്നു. രാഷ്ട്രപതി വരുമ്പം നിങ്ങളവിടെ BKSനെ അവിടെ നിർത്തിക്കും. റൈറ്റ്? ഒന്നും പറയാൻ പാടില്ല, പുഞ്ചിരിയോടെ നമസ്തേ ചെയ്യണം. നമ്മുടെ പറഞ്ഞാൽ നമസ്തേ ബോളിയേ. പ്രജാതന്ത്രന്റെ ഏറ്റവും ഹയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ്, ദ ഓണറബിൾ പ്രസിഡന്റ്, അവർ വരുന്ന സമയത്ത് നിങ്ങളുടെ വ്യവഹാരം എങ്ങനെയായിരിക്കണം, അതിന് ട്രെയിനിങ് ആണ്. റൈറ്റ്? അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്യാം, BKSന് കുഴപ്പമില്ല. പിന്നെ പിറ്റേ ദിവസം നോക്കുമ്പോൾ ഓരോരോ സെക്കൻഡ് രാഷ്ട്രപതി ഭവൻ നമ്മളെല്ലാവരും ഇങ്ങനെ നിർത്തിച്ചു. ഓഡിറ്റോറിയമിൽ കുറേ പേരുണ്ടായിരുന്നു, പക്ഷെ അത് BKSന് മാത്രം അവർ സെപ്പറേറ്റ് ആയിട്ട് കാണുന്നില്ല. അപ്പം നമ്മളെല്ലാവർക്കും അവർ വരുന്ന സ്ഥലത്ത്, ഇത് നല്ലൊരു സ്ഥലമാണ്, അപ്പോൾ അവിടെ നമ്മളെല്ലാവരും സ്റ്റാൻഡ് ചെയ്തു. ഒരു 10 മിനിറ്റ് മുമ്പേ നമ്മളെല്ലാവരും നിർത്തിച്ചു. അപ്പോൾ ഓരോരോ ഇങ്ങനെ രാഷ്ട്രപതിൻ്റെ ഗാർഡാണ് ഉള്ളത്, ഇങ്ങനെ നിൽക്കും. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം അവർ വരുന്നുണ്ട്. അപ്പം വരുമ്പോൾ നമ്മൾ ഈ മുമ്പത്തെ രാജാക്കൾ മാതിരി വരുമ്പോഴാണ് രാഷ്ട്രപതി വരുന്നത്. കുറേ ഓഫീസേഴ്സ് ഇങ്ങനെ നടക്കും,
അപ്പോൾ അവർ വളരെ സ്നേഹത്തോടെ വരും. എല്ലാവരും പുഞ്ചിരിയോടെ നമസ്തേ, പുഷ്പങ്ങൾ കൊടുക്കുക, 2-3 ഗിഫ്റ്റ് കൊടുക്കുക. ആ പുഷ്പങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്യും, ഗിഫ്റ്റൊക്കെ ചെക്ക് ചെയ്യും. അതായത് ഞാൻ മനസ്സിലാക്കിയത് പ്രജാതന്ത്രൻ്റെ ഇപ്പോഴത്തെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റിന് അത്ര കൂടുതൽ റോയൽറ്റിയും ഡിഗ്നിറ്റിയാണ്. റൈറ്റ്. ഇവർ 5 വർഷം മാത്രമേ ഉണ്ടാവില്ല, ഇനി 2 വർഷം മാത്രമേ ബാക്കിയുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഒരു പുതിയ രാഷ്ട്രപതി വരും. പക്ഷെ ബാബ പറയുന്ന ബച്ചെ ആ പ്രിൻസസ് ബനേങ്കെ. അപ്പൊ സത്യുഗത്ത് ശ്രീ ലക്ഷ്മി നാരായണ എന്തൊരു ആയിരിക്കും. റൈറ്റ്. വാട്ട് ഈസ് ദ റോയൽറ്റി? അവർ നടക്കുന്ന സമയത്ത് അവർ ഇത് നമ്മൾ മുമ്പ് കഥകളൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ? അവർ വരുന്ന സമയത്ത് എന്തൊക്കെ താം ജാം ബാൻ ബാജ. ഇവിടെയും അതേമാതിരി ഉണ്ടായിരുന്നു, ഒരു ഫുൾ ടീം ഉണ്ടായിരുന്നു. അവർ നടക്കുന്ന സമയത്ത് തന്നെ ഡിം 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 ഒച്ച ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു മ്യൂസിക്കാണ്. പിന്നെ നേരത്തെ മുഗൾ ഗാർഡൻ, ഇപ്പം അത് അമൃത് ഗാർഡൻ ആയിട്ട് മാറി. അപ്പം ബാബ അതാ പറയുന്നത്, അത്ര റോയൽറ്റി ബാബന്റെ കുട്ടികളാണ്. നമ്മുടെ ആ സ്വമാനം നമ്മൾ കാണുന്നില്ല. ഇന്നത്തെ സമയത്ത് പ്രൈം മിനിസ്റ്ററും പ്രസിഡന്റ്, ചീഫ് മിനിസ്റ്റർ എന്തൊരു ഇതാണ്, എത്ര കൂടുതൽ അവർക്ക് ആ വാല്യൂ ഉണ്ട് ബാബന്റെ കുട്ടികൾ. അപ്പം നമ്മുടെ ആ വാല്യൂ നമ്മൾ മനസ്സിലാക്കണം. രാഷ്ട്രപതിനെ കാണുമ്പോൾ നമ്മളെങ്ങനെ വ്യവഹാരം ചെയ്യണം എന്ന് അവരെ ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ പ്രിൻസസ് ആവാൻ വേണ്ടിയിട്ടില്ല കുട്ടികൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കണം. അപ്പം എത്ര റോയൽറ്റി, എത്ര ഡിഗ്നിറ്റി ആയിരിക്കണം. ഏതെങ്കിലും ഒരു അതിഥി വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് ബാബ എന്ന് മുരളിൽ പറഞ്ഞിട്ടുണ്ട്. അതിഥി ദേവോ ഭവ. റൈറ്റ്. പക്ഷെ നമ്മൾ ബാബന്റെ കുട്ടികൾ തമ്മിൽ BK പരിവാറിൽ നമ്മളെല്ലാവരും ഓവൻഹാർ ദേവീ ദേവതകളാണ്. അപ്പം നമ്മൾ തമ്മിൽ ആ ഒരു ഇടപാടിൽ എത്ര റോയൽറ്റി, എത്ര ഡിഗ്നിറ്റി ആയിരിക്കണം അല്ലേ? യെസ്. അപ്പം അതാണ് ബാബ നമുക്ക് പറയുന്നത്. അപ്പം ഇന്നത്തെ എയിം ഒബ്ജക്റ്റ് പ്രിൻസസ് ബന്ന. ഓക്കെ. പക്ഷെ ബാബ വളരെ ക്ലിയർ ആയിട്ട് വളരെ സഹജമായ ഇതിൽ പറയുന്നു, ബച്ചേ ഇസ് പഠായി സേ ആപ്കോ മനുഷ്യ സേ ദേവതാ ബന്ന. പ്രിൻസസ് ഇന്നും ഉണ്ട്. അത് ഗ്രേറ്റ് ബ്രിട്ടൻ ആയാലും ശരി, കുവൈറ്റ് ആയാലും ശരി, സൗദി അറേബ്യ ആയാലും ശരി, ഇന്നും പ്രിൻസസ് ആവുന്നുണ്ട്. പക്ഷെ പ്രിൻസസ് അവരാണ്, പക്ഷെ അവർ ദേവീ ദേവതകളല്ല. അപ്പൊ നമ്മുടെ എയിം ഒബ്ജക്റ്റ് ക്യാ ഹെ? ബച്ചേ ഹമേ മനുഷ്യ സേ ദേവീ ദേവതാ ബന്ന. കറക്റ്റ്. അപ്പൊ നമുക്ക് ഇന്നൊരു ചെറിയൊരു എക്സസൈസ് ചെയ്യാം. അത് 2 ഗ്രൂപ്പായിട്ട് എക്സസൈസ് ചെയ്യാം. ഒന്ന് ബ്രദേഴ്സിന്റെ ഗ്രൂപ്പ്, ഒന്ന് സഹോദരിമാരുടെ ഗ്രൂപ്പ്. ആരാണ് കൂടുതൽ ഫസ്റ്റ് പ്രൈസ് എടുക്കാൻ നമുക്കൊന്ന് നോക്കാം. എത്ര പേർക്ക് ഫസ്റ്റ് പ്രൈസ് എടുക്കാൻ ആഗ്രഹമുണ്ടെന്ന് കൈബുക്കാട്ടെ. ഒരു ടീം വർക്കാണ്. ബ്രദർ എത്ര പ്രാവശ്യം പറയേണ്ട ഒരു കൈബുക്ക്? പ്ലീസ് പ്ലീസ് പ്ലീസ്. പേടിക്കണ്ട, നമ്മൾ പറഞ്ഞുതരാം. അത് ചെറിയൊരു എക്സസൈസ് ആണ്. സഹോദരിമാരും ഒരു ടീമായിട്ട് ചെയ്യണം. ആരുടെ അടുത്ത് നോട്ട്ബുക്കാണ് ഉള്ളത് ഇവിടെ? സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് ആരുടെ നോട്ട്ബുക്ക് ഉള്ളത്? എല്ലാവരുടെ ഉണ്ട് കുട്ടി. റൈറ്റ്. ഇവിടെ ആരുടെ അടുത്താണ് നോട്ട്ബുക്ക് ഉള്ളത്? എല്ലാവരുടെ അടുത്തുണ്ട്. റൈറ്റ്. അപ്പോൾ എന്താണ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായ ഒരു എക്സസൈസാണ്. ഇതിൽ ആർക്കാണ്, ബ്രദേഴ്സിനാണോ സിസ്റ്റേഴ്സിനാണോ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നത്? അതിൻ്റെ ക്രൈറ്റീരിയ എന്തായിരിക്കും? ബാബ പറയാറുണ്ടല്ലോ, എയിം ഒബ്ജക്റ്റ് മനുഷ്യസേ ദേവത ബന്ന. റൈറ്റ്. മനുഷ്യരിൽ നിന്ന് നമുക്ക് ദേവീ ദേവതകളാണ്. മൊത്തം ഭാരതത്തിൽ 33 കോടി ദേവീ ദേവതകളാണ് അറിയപ്പെടുന്നത്. 33 crore ദേവീ ദേവത. അപ്പം നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്? ഹോംവർക്ക് അല്ല, ക്ലാസ് വർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്നിട്ട് ഒരു ടീമായിട്ട് എത്ര ദേവീ ദേവതകളുടെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? 33 കോടിയിൽ എത്ര ദേവീ ദേവതകളുടെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? 1 2 3 എന്ന് വെച്ചിട്ട് എഴുതണം. അപ്പം സഹോദരന്മാരുടെ ആർക്കാണ് കൂടുതൽ ദേവീ ദേവതകളുടെ പേരുള്ളത് അവർക്കാണ് ഫസ്റ്റ് പ്രൈസ്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗണേഷ് ജീന് ഒരു 100 പേരുണ്ട്. ആ 100 പേരിടാൻ പറ്റില്ല. അങ്ങനെ വിഘ്നേശ്വർ ബി ഹെ, ഗണേഷ് ജി ബി ഹെ, ലംബോദർ ബി ഹെ. നോ. 1 is 1. അപ്പം ഗണേഷിന് ഫുൾ ഫാമിലി 1 ആയിട്ട് കണക്കാക്കൂലൂ. നിങ്ങൾ മൊത്തം അവൻ്റെ ചാച്ച മാമ കാക്കാനെ കൊണ്ടുവന്നാൽ ശരിയാവില്ല. റൈറ്റ്. ലംബോദരൻ, ഗണേഷ് ജി, വിഘ്നേശ്വരൻ ഇല്ല, ശരിയാവില്ല. ഒരു പേര് മാത്രം വരും. അപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു ഗണേഷ് ജി വെച്ച് തുടങ്ങാം. റൈറ്റ്. അങ്ങനെ പേര് എഴുതാൻ തുടങ്ങാം. പക്ഷെ 1.5 മണിക്കൂറൊന്നും സമയമില്ല. നിങ്ങൾക്ക് 5 മിനിറ്റ് സമയത്തിൽ എത്ര ദേവീ ദേവതകളുടെ പേര് എഴുതാൻ പറ്റുക, അതാണ് കണ്ടീഷൻ. സോ 1 കണ്ടീഷൻ, ഫാമിലിനെ കൂട്ടാൻ പാടില്ല. ഒരു ഫാമിലിയിൽ ഒരാൾ മാത്രം ഇടാൻ പാടുള്ളൂ. രണ്ടാമത്തെ, ഡോണ്ട് സെർച്ച് ഗൂഗിൾ ഒന്ന് സെർച്ച് ചെയ്തിട്ട് ടിം ആയിട്ട് സെർച്ച് ചെയ്യാൻ പാടില്ല.
റൈറ്റ്. അപ്പം മൂന്നാമത്തെ കണ്ടീഷൻ, ഐ വിൽ ഗിവ് യു ഓൺലി 5 minutes ടൈം. അപ്പം 9 മണി മുതൽ 9:05 വരെ. അപ്പം ഇവിടെ ആരാണ് എഴുതാൻ പോകുന്നത്? രവീന്ദ്രമേ നിങ്ങൾ എഴുതുക. ഓക്കെ. എല്ലാവരും ഒന്ന് അടുത്ത് വന്നിട്ട് ഇവർക്ക് പേര് പറഞ്ഞു കൊടുക്കുക. റൈറ്റ്. അവിടെ അടുത്ത് ഇരുന്നിട്ട് അവർക്ക് പേര് പറഞ്ഞു. സച്ചേട്ടൻ എല്ലാവരും, ശ്രീധരൻ ഭായി എല്ലാവർക്കും അവർക്ക് പേര് കൊടുക്കണേ. ഇവിടെ ആരാണ് എഴുതാൻ പോകുന്നത്? കൈ പൊക്കിയാട്ടെ. ഓക്കെ. ദീപാബേൻ ടീച്ചറാണല്ലോ. റൈറ്റ്. അപ്പം 5 മിനിറ്റ് എടുക്ക്. സൗമ്യ സിസ്റ്റർ ആരാ ഹെൽപ്പ് ചെയ്യുക? നിങ്ങൾ ന്യൂട്രൽ ആയിട്ട്, നിങ്ങൾ റെഫറി ആണ്, നിങ്ങൾ രണ്ടുപേരും, ബിക്കോസ് നിങ്ങൾ ടീച്ചറാണല്ലോ. അപ്പം ഇവിടെ നോക്കിയിട്ട് പെട്ടെന്ന് ടിം 5 മിനിറ്റിനടുക്ക് ദേവീ ദേവതകളുടെ പേര് എഴുതണം. അത് വലിയൊരു ഓക്കെ. വൈഫിനെ പറ്റ ഓക്കെ. പാർവതി ഇട്ടോളൂ. റൈറ്റ്. പക്ഷെ ഗണേശ്ജിന്റെ കുറെ പേര് എഴുതാൻ പറ്റില്ല ടീച്ചറെ. പാർവതി ഓക്കെ. വരട്ടെ. അല്ലെങ്കിൽ പാർവതി ദേഷ്യപ്പെട്ട പിന്നെ സ്വാമി എന്ത് ചെയ്യും? വരട്ടെ. പാർവതി ഓക്കെ. നമ്പർ 1 ശ്രീ ഗണേഷ് എഴുതണം. ശ്രീ ഗണേഷ് വെച്ചിട്ടേ തുടങ്ങാൻ പാടില്ല. ഓക്കെ. ലാസ്റ്റ് 1/2 മിനിറ്റ്. 33 കോടി ദേവീദേവകളുടെ എത്ര പേര് ഓർമ്മയുണ്ട് നോക്കട്ടെ. ലാസ്റ്റ് 10 seconds. ഓക്കെ. ടൈം അപ്പ്. മതി. ടൈം അപ്പ്. ഓക്കെ. എത്ര നമ്പേഴ്സായി രാമചന്ദ്ര ഭായി? 21. 21 ജന്മത്തിലേക്കായി. എവിടെയോ സഹോദരിമാര്? ഒരു ഡസൻ. കുഴപ്പമൊന്നുമില്ല, ഒരു ഡസൻ. ഓക്കെ. നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം സിസ്റ്റേഴ്സിൻ്റെ പേര് കേൾക്കാം. ഓക്കെ. റൈറ്റ്. 12. ഓക്കെ. ആരൊക്കെയാണ്? ദീപാബേനൊന്ന് എണീച്ചിട്ട് പറഞ്ഞാട്ടെ. അതൊന്ന് രാമചന്ദ്ര ഭായി അവിടെ ടിക്ക് ചെയ്യണേ. അത് കഴിഞ്ഞാ ആര്? അല്ല, തുടങ്ങേണ്ട ശ്രീ ഗണേഷ് വെച്ചിട്ടാണ്. ശ്രീ ഗണേഷ്. കൃഷ്ണ, ശിവ്, പാർവതി, സരസ്വതി, ലക്ഷ്മി, ദുർഗ, സുബ്രഹ്മണ്യം, അന്നപൂർണേശ്വരി, മഹാവിഷ്ണു, അയ്യപ്പൻ, ചാമുണ്ടേശ്വരി. ഒന്ന് കൈയടിച്ചാട്ടെ എല്ലാവരും. ഒരു ഡസൻ. ഇതിൽ എത്ര പേര് രാമചന്ദ്ര ഭായി ഉണ്ടായിട്ടില്ല നിങ്ങളുടെ ലിസ്റ്റിൽ? എല്ലാം ഉണ്ടായിരുന്നോ? എൻ്റെ അമ്മേ, നിങ്ങൾ എവിടുന്ന ഈ ദേവീ ദേവതകളുടെ ജന്മം കൊടുത്തത്? നമുക്കത് വളരെ ആകാംക്ഷയാണല്ലോ. ഞാൻ വിചാരിച്ചു ഈ 12 വീട്. ഒന്ന് പറഞ്ഞാട്ടെ. ഗണപതി, സുബ്രഹ്മണ്യം, ശിവൻ, വിഷ്ണു, ബ്രഹ്മാവ്. നിങ്ങൾ ബ്രഹ്മാവ് എന്തുകൊണ്ട് വിട്ടത്? എഴുതിയില്ല എന്ന് പറഞ്ഞാൽ അവിടെ ലിസ്റ്റിൽ വരണം. ഓക്കെ. നമ്മളിനി ഒരു കാര്യം ചെയ്യും. ലിസ്റ്റ് ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു ഹോംവർക്ക് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഓരോരോ ദേവീ ദേവതകൾ നമ്മൾ പറഞ്ഞിട്ടില്ലേ? അപ്പം ബാബ പറയാറുണ്ട്, മനുഷ്യസെ ദേവത ബന്ന, മനുഷ്യരിൽ ദേവതാവണം. അതിനർത്ഥം ഈ കലിയുഗത്തിൽ നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്, സത്യയുഗത്തിൽ നമ്മൾ ദേവത ആയിട്ട് മാറും. നിങ്ങൾ ഈ 21 12 ദേവീ ദേവതകൾ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ലേ? അതിൽ സൈഡിൽ ഇനി നെക്സ്റ്റ് എക്സസൈസ് ചെയ്യേണ്ടത് ഓരോരോ പേര് പറയണം. പിന്നെ നമ്മളെല്ലാവരും ഒരുമിച്ച് ഡിസൈഡ് ചെയ്യും, അത് സത്യുഗൻ്റെ ദേവീ ദേവത ആണോ അല്ല സംഗം യുഗത്തിൻ്റെ ദേവീ ദേവത ആണോ? അത് നമ്മൾ ഡിസൈഡ് ചെയ്യാം. നമുക്ക് ആദ്യം ദീപാബേൻ്റെ അടുത്ത് ചോദിക്കാം. ഫസ്റ്റ് എന്താണ്? ശ്രീ ഗണേഷ്. അപ്പോൾ ഈ ശ്രീ ഗണേഷ് പറഞ്ഞ ദേവീ ദേവത അത് സത്യുഗത്തിൻ്റെ സ്വരൂപമാണോ അല്ല സംഗം യുഗത്തിൻ്റെ സ്വരൂപമാണോ? പറ. സത്യുഗാണോ സംഗം യുഗാണോ? നാട്ടുകാരൊന്നും പറഞ്ഞില്ല. സംഗം യുഗ്. അതിൽ സൈഡിൽ ഇത് സംഗം യുഗ്. അപ്പൊ ശ്രീ ഗണേശിന്റെ സ്വരൂപം ശരിക്കും പറഞ്ഞാൽ സത്യുഗത്തിന്റെ ദേവീ ദേവത അല്ല, അത് സംഗം യുഗത്തിന്റെ യാദ്ഗാറാണ്. യാദ്ഗാർ എന്ന് പറഞ്ഞാൽ ഓർമ്മ, സ്മൃതി. ഓക്കെ. നെക്സ്റ്റ് ആരാണ്? കൃഷ്ണൻ സത്യുഗാണോ സംഗം യുഗാണോ? സത്യുഗം. അത് എവിടെ ഇത്? സത്യുഗം. ഓക്കെ. മൂന്നാമത്തെ ശിവൻ പരമാത്മാവാണ്. അത് ഓൾ ടൈം. അത് സത്യുഗമായാലും ശരി സംഗം യുഗാലും ശരി, ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ബിക്കോസ് ശിവ് പരമാത്മാവാണ്. ഓക്കെ. ദേവത അല്ല. ശിവന്റെ പേര് ദേവീ ദേവതകൾ വരാൻ പാടില്ല.
ശിവന്റെ പേരേ വരാൻ പാടില്ല. 33 കോടി ദേവി ദേവതകളുടെ ശിവന്റെ പേര് വരാൻ പാടില്ല. അവര് യെസ്, അവര് ശിവൻ എന്ന് പറഞ്ഞാൽ പരമാത്മാവാണ്. ഇനി നാലാമത്തെ പാർവതി ഏത് സ്വരൂപമാണ്? സത്യുഗമാണോ സംഗംയുഗാണോ? എങ്ങനെ? ചില പേര് പറയുന്നത് സത്യുഗത്തിന്റെ സ്വരൂപമാണ്, സച്ചിദാനന്ദ് ഭായി പറയുന്നത് സംഗംയുഗത്തിനാണ്. എങ്ങനെ? പാർവതി സത്യുഗത്തിന്റെ സ്വരൂപമാണോ സംഗംയുഗത്തിന്റെ യാദ്ഗാറാണോ സ്മൃതിയാണോ? പാർവതി പാർവതിനെ എപ്പം ഒരുമിച്ച് ആരുടെ ഒരുമിച്ചാ കാണിക്കുന്നത്? ശങ്കറിന്റെ ഒരുമിച്ചാ കാണിക്കുന്നത്. ഭക്തി മാർഗ ശങ്കർ. അപ്പൊ ഈ ശങ്കർ സത്യുഗമാണോ സംഗംയുഗാണോ? ശങ്കർ സത്യുഗമാണോ സംഗംയുഗാണോ? സംഗംയുഗം. അപ്പൊ അവന്റെ വൈഫ് ഏതില വരുക? ഹസ്ബൻഡ് ഇവിടെ, അവിടെ വൈഫ് എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ പാർവതി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സംഗംയുഗത്തിന്റെ യാദ്ഗാരാണ്. റൈറ്റ്. നെക്സ്റ്റ് സരസ്വതി. സരസ്വതി ഇതിന്റെ യാദ്ഗാരമാണ്. സത്യുഗമാണോ സംഗംയുഗാണോ? സരസ്വതി സംഗംയുഗത്തിന്റെ യാദ്ഗാരാണ് സരസ്വതി. ലക്ഷ്മി സത്യുഗം, അത് കാണിക്കുന്നുണ്ടല്ലേ? റൈറ്റ്. ഇത് ദുർഗ സത്യുഗാണോ സംഗംയുഗാണോ? സംഗംയുഗം. ആർക്കെങ്കിലും അഷ്ടഭുജകൾ ഉണ്ടാവുക. അപ്പം ബാബനെ ഓർമ്മ വെച്ചിട്ട് നമ്മുടെ അഷ്ടശക്തികൾ വരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ സംഗംയുഗത്തിന്റെ സ്മൃതിയാണ്, ഓർമ്മയാണ്. നെക്സ്റ്റ് സുബ്രഹ്മണ്യം. കൺഫ്യൂഷനായി. എങ്ങനെയാ സംഗംയുഗമാവുക? അതിന് ലോജിക്ക് എന്താണ്? കറക്റ്റ്. അപ്പൊ മൊത്തം ഫാമിലിനെ നമുക്ക് സംഗംയുഗം ആക്കാം. രക്ഷപ്പെട്ടു. ഗണേശുമായി, ശങ്കരായി, പാർവതിയായി, പിന്നെ സുബ്രഹ്മണ്യനെ ഇങ്ങനെ വിടാൻ പറ്റുമല്ലേ ബ്രദർ? 3 പേര് സംഗംയുഗത്തില്, സുബ്രഹ്മണ്യം പാവം സത്യുഗത്തിൽ. അത് ശരിയാവില്ല. മൊത്തം ഫാമിലി തന്നെ വന്നോട്ടെ. അപ്പൊ അത് സംഗംയുഗായി. കറക്റ്റ്. നെക്സ്റ്റ് അന്നപൂർണേശ്വരി. അന്നപൂർണേശ്വരി എന്ന് നമ്മൾ എവിടെയാണോ ഓർക്കുന്നത്? സംഗംയുഗത്തിൽ ഓർക്കുന്നത് അല്ലെങ്കിൽ സത്യുഗത്തിലാണോ? ഇപ്പൊ അന്നപൂർണേശ്വരി മുझे हमको हम आपको बहुत याद करते हैं. എവിടെയാണ് ഓർമ്മ വെക്കുന്നത്? ആരാണ് ഓർമ്മ വെക്കുന്നത്? ജനങ്ങള്. അന്നപൂർണേശ്വരി. അന്നപൂർണേശ്വരി ഇതിന്റെ ദേവിയാണ്, ഭക്ഷണത്തിന്റെ. റൈറ്റ്? ആം ഐ റൈറ്റ്? വെൽത്ത്, പ്രോസ്പെരിറ്റി എല്ലാത്തിൻ്റെയും ഒരു ദേവിയാണ് അന്നപൂർണേശ്വരി. അവര് ജനങ്ങളെ ഓർക്കുന്നത് ഇപ്പം കലിയുഗത്തിന് അന്തിമ സമയത്താണോ അല്ല സത്യുഗത്തിലാണോ? ഇപ്പം. അപ്പൊ സംഗംയുഗത്തില്. സത്യുഗത്തിൽ നമുക്ക് ഭക്ഷണത്തിന് യാതൊരു അഭാവം ഉണ്ടാവില്ല. അപ്പൊ വെറുതെ എന്തിനാ അന്നപൂർണേശ്വരി അവിടെ ഓർക്കുന്നത്? അപ്പൊ അന്നപൂർണേശ്വരി ഈസ് ഓൾസോ സംഗംയുഗ്. കറക്റ്റ് മീ ഇഫ് ഐ എം ഗോയിങ് റോങ് എനിവരെ. ഓക്കെ. നെക്സ്റ്റ് മഹാവിഷ്ണു. മഹാവിഷ്ണു ശ്രീകൃഷ്ണൻ സത്യുഗന്റെ ദേവത്താണ്. വിഷ്ണു സംഗംയുഗ്. വിഷ്ണു എന്ന് പറഞ്ഞാൽ ശ്രീ ലക്ഷ്മി നാരായണന്റെ കമ്പൈൻഡ് സ്വരൂപം. ഓക്കെ. വിഷ്ണു എന്ന് പറഞ്ഞാൽ അതിന്റെ യാദ്ഗാർ കാണിക്കുന്നത്. വിഷ്ണുക്ക് 4 യാദ്ഗാറാണ് കാണിക്കുന്നത്. 4 യാദ്ഗാരൊക്കെ തന്നെ ശംഖ്, പിന്നെന്തൊക്കെയാ ഉള്ളത്? ശംഖ്, ഗദ, ചക്ര, പദം. അതെല്ലാം 4 നമ്മുടെ സംഗംയുഗത്തിന് യാദ്ഗാരാണ്, സ്മൃതിയാണ്. വിഷ്ണുവിന്റെ റിയൽ സ്വരൂപം ശ്രീ ലക്ഷ്മി നാരായൺ നമുക്ക് സത്യത്തിൽ കാണാൻ പറ്റും. പക്ഷെ വിഷ്ണു നമ്മൾ ഓർക്കുന്നത് 2 പേര് കമ്പൈൻഡ് ആയിട്ട് 4 ഭുജകൾ എവിടെയാണ് ഉണ്ടാവുക ബ്രദർ? സത്യത്തിൽ ആരുടെ 4 ഭുജകൾ ഉണ്ടാവില്ല. അവിടെ 2 ഭുജകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ 4 8 ഒക്കെ കാണിക്കുന്നത് അതിന്റെ ബാക്കിൽ ഒരു നോളേജ് ഉണ്ട്, വിസ്ഡം ഉണ്ട്. ഓക്കെ ആയോ? ഒരു മിനിറ്റ്. അയ്യപ്പൻ എവിടുത്തെ ദേവി ദേവത്താണ്? നമ്മുടെ കേരളത്തിന്റെ അല്ലേ? അപ്പൊ സംഗംയുഗമാണോ സത്യുഗാണോ? സംഗംയുഗം. വ്രതം വെക്കണം, ബ്രഹ്മചര്യ ഫോളോ ചെയ്യണം. ഓക്കെ. നമ്മുടെ ഭക്ഷണം സാത്വികാണ്. അപ്പോഴേ അയ്യപ്പനെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ അയ്യപ്പൻ ഇപ്പത്തെ യാത്രയാണ്. അതുകൊണ്ടല്ലേ നാട്ടുകാരെല്ലാരും ഇപ്പം പോകുന്നത്. സത്യുഗത്തില് മല ഒന്ന് ചവിട്ടിന്റെ ആവശ്യം വരില്ല. അപ്പൊ സംഗംയുഗത്തിന്റെ സ്മൃതിയാണ് ശ്രീ അയ്യപ്പൻ. ആയോ? ചാമുണ്ടേശ്വരി. അവന്റെ ഡിപ്പാർട്ട്മെന്റ് എന്നാണ് ദീപബൻ? ഡിപ്പാർട്ട്മെന്റ് പറയണേ. ചാമുണ്ടേശ്വരി ഇത് ചാമുണ്ടേശ്വരി എന്താണ് ഇല്ലാതാക്കുന്നത്? നെഗറ്റിവിറ്റീനെ എല്ലാം തീർക്കേണ്ട ഒരു ദേവിയാണ് ചാമുണ്ടേശ്വരി. അതുകൊണ്ട് കുറച്ച് ബ്ലാക്ക് കളറിലൊക്കെ കാണിക്കുന്നത് അല്ലേ?
യെസ്. അപ്പൊ അവിടുത്തെ ദേവിയാണ് അത്. യെസ്. അപ്പൊ അത് സംഗമയുഗത്തിന്റെ ഓർമ്മയാണ്. നെക്സ്റ്റ് ആയോ? ഇനി 12. ഇനി അത് കൗണ്ട് ചെയ്യും. ഈ 12 സിസ്റ്റേഴ്സ് പറഞ്ഞത്, ആ 12 എത്ര സംഗമയുഗം ഉണ്ട്, എത്ര സത്യുഗം ഉണ്ട് എന്ന് കൗണ്ട് ചെയ്യേ. 12 എത്ര സംഗമയുഗം ഉണ്ട്, എത്ര സത്യുഗം ഉണ്ട്? ആ, എത്ര ഉണ്ട്? പെർസെൻറ്റേജ് പറ. ഔട്ട് ഓഫ് 12 എത്ര സത്യുഗത്തിന്റെ ദേവീ ദേവതകളുടെ ഓർമ്മയുണ്ട്, എത്ര സംഗമയുഗത്തിന്റെ ദേവീ ദേവതകളുടെ ഓർമ്മയുണ്ട്? ആ, അപ്പൊ 12 ഔട്ട് ഓഫ് 12 10 സംഗംയുഗന്റെ ഓർമ്മയാണ്. 2 മാത്രം സത്യുഗത്തിലുള്ളൂ. അതിൽ ഒരെണ്ണം ശ്രീകൃഷ്ണൻ, പിന്നെ രണ്ടാമത് ഏതായിരുന്നു? ശ്രീലക്ഷ്മി. സി, സോ 10 ഔട്ട് ഓഫ് 12 into 100, അപ്രോക്സിമേറ്റ്ലി 85% ഓർമ്മ സംഗംയുഗത്തിനാണ്. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. ആ ആ ബ്രഹ്മാവ് എവിടുത്തെ അധികാരാണ്? ഓർമ്മ സംഗംയുഗം. ബ്രഹ്മാവ് സംഗംയുഗത്തിന് ഓർമ്മയാണ്. പിന്നെ നെക്സ്റ്റ് ഫുൾ കൗണ്ട് ചെയ്തിട്ട് എത്ര സംഗംയുഗമാണ്, എത്ര സത്യുഗാണെന്ന് നോക്ക്. മഹാലക്ഷ്മി സത്യുഗം. പരശുരാമൻ. പരശുരാമൻ അവതാരാണ്. റൈറ്റ്. അതെവിടുത്തെയാണ് പരശുരാമൻ? പരശുരാമൻ വിഷ്ണുവിന്റെ അവതാരമാണ് കാണിക്കുന്നത്, അവതാരമാണ്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ സംഗംയുഗത്തിന്റെ ഒരു ഓർമ്മയാണ്. റൈറ്റ്. പരശുരാമനെ കാണിക്കുന്നത് ബ്രാഹ്മിൻസും ക്ഷത്രിയ തമ്മിൽ ഒരു യുദ്ധമാണ് കാണിക്കുന്നത്, അല്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആത്മാവ്, എൻ്റെ ഉള്ളിലുള്ള ആ നെഗറ്റീവിന്റെ ആ യുദ്ധം ഞാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ക്ഷത്രിയായിട്ട് മാറും. ഞാൻ രാവിലെ എണീക്കുമ്പോൾ ഞാൻ ബ്രാഹ്മണായിട്ട് മാറും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സംഗംയുഗത്തിന്റെ ഒരു ഓർമ്മയാണ് പരശുരാമൻ. അല്ലെങ്കിൽ ഇത്ര വലിയ ദേവത വന്നിട്ട് ആരെങ്കിലും കൊല്ലുന്നത്, അത് അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്. നമുക്കത് മനസ്സിലാവുന്നുണ്ട്. നെക്സ്റ്റ് ദേവേന്ദ്ര. ദേവേന്ദ്രൻ എന്ന് പറഞ്ഞാൽ എല്ലാ ദേവതകളുടെ രാജാവാണ്. അപ്പൊ ദേവേന്ദ്രൻ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ സത്യയുഗത്തിൽ വെക്കാം, അല്ലേ? നിങ്ങൾക്ക് യാതൊരു പ്രശ്നം ഇല്ലെങ്കിൽ, ഹലോ, ദേവേന്ദ്രനെ എവിടെ വെക്കണം? സംഗംയുഗത്തിലാണോ സത്യയുഗത്തിലാണോ? നിങ്ങളെ ജന്മം കൊടുത്തത് സത്യയുഗത്തിൽ പറ്റും. എല്ലാം സംഗംയുഗം ആയാൽ പിന്നെ എന്തെങ്കിലും ശരിയാവുക? ദേവേന്ദ്ര സത്യയുഗത്തിൽ നിന്നോട്ടെ. അഗ്നി ദേവത, വരുൺ ദേവത, ഇത് 5 എണ്ണമായിപ്പോയി. ഈ 5 തത്വങ്ങളുടെ എവിടെയാണ്? സത്യയുഗത്തിലാണോ സംഗംയുഗത്തിലാണോ? അല്ല, നമ്മൾ പൂജിക്കുന്ന എവിടെയാണ്? സംഗംയുഗത്തില്. ഈ മഴയില്ലെങ്കിൽ അയ്യോ ഇന്ദ്രദേവത വന്നുള്ളൂ ബാരിഷ. അപ്പൊ ഇവിടെയാണ് പ്രകൃതി ഇംബാലൻസ് ആവുന്നത്. സത്യുഗത്തിലെ ഈ മൊത്തം പ്രകൃതിന്റെ തത്വങ്ങൾ നമ്മൾ ഓർക്കേണ്ട ആവശ്യം വരുന്നില്ല. അവിടെ എല്ലാം പ്രകൃതി ബാലൻസിലാണ്. ഇവിടെ ഇംബാലൻസ് ആവുമ്പോഴാണ് നമ്മൾ യജ്ഞം ചെയ്യുന്നു, ഹോമം ചെയ്യുന്നത്. ഈ പ്രകൃതിന് 5 തത്വങ്ങൾ നമ്മൾ വളരെ സ്നേഹത്തോടെ ഓർക്കുന്നത്. അപ്പൊ ഗുഡ് ന്യൂസ്, ഈ ഫുൾ 5 പേര് സംഗമയുഗത്തിലുള്ളൂ. യെസ്. നെക്സ്റ്റ്. ഇനി 4 പേരുണ്ട്. പേര് പറ. നാരദൻ ദേവീ ദേവത അല്ല, അവര് മെസ്സഞ്ചറാണ്. അവിടുന്ന് ഇങ്ങോട്ട്. ചില സമയത്ത് നമ്മൾ ദേവീ ദേവതമാർ അവിടുത്തെ കുറെ കാര്യങ്ങൾ ഇങ്ങോട്ട് പറയും. ആ പരിചന്തൻ പരദൂഷണം ചെയ്യുന്ന നാരദാണ്. എന്താ നാരദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മിനിറ്റ്. അച്ഛാ, നല്ല മീനിങ്ങുമാണ്. നാരഥ്, അതായത് ഈ അശരീരി അവസ്ഥയുടെ ഇതാണ്. നമ്മൾ വിചാരിക്കും നാരദൻ ഇവിടുത്തെ അവിടുത്തെ കുറെ പരദൂഷണം ചെയ്യുന്നതാണ് ക്യാരക്ടർ നമ്മൾ കാണിക്കുന്നത്. പക്ഷെ അതിന്റെ കറക്റ്റായ മീനിങ് നാരഥ. ഒന്ന് സെച്ചേട്ടൻ ഒന്ന് കൈ അടിച്ചാട്ടെ. വെരി ഗുഡ്. ഇത് ഞാൻ ആദ്യത്തെ പ്രാവശ്യം അറിയുന്നത്. നാരഥ് എന്ന് പറഞ്ഞാൽ അശരീരി അവസ്ഥയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നാരദർ എഴുതിയ സ്ഥിതിക്ക് ഓക്കെ, അവരെ നമ്മൾ സംഗമയുഗത്തിൽ കൊണ്ടുവരാം. അമ്പലമുണ്ടോ? എവിടെയാണ്? എൻ്റെ അമ്മേ, അതാണ് നിന്റെ നാരദ എഴുതിയത്. താങ്ക് ഗോഡ്. അതേമാതിരി സർപ്പത്തിന്റെ ഒരു ദേവത ഉണ്ടല്ലോ. എവിടെയാണ് സർപ്പത്തിന്റെ? അത് എഴുതിയിട്ടില്ല നിങ്ങൾ? അതും എഴുതണമായിരുന്നു. അപ്പൊ നാരദന്റെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ നാരദ ഈ സംഗമയുഗത്തിന്റെ ദേവത. നെക്സ്റ്റ് ആയോ?
ഓക്കെ ഓക്കെ. ഇനിയിപ്പം ഈ 21 എത്ര സംഗംയുഗിന്റെ ദേവീ ദേവതകളാണ് എത്ര സത്യുഗത്തിൽ വരുന്നുണ്ടെന്ന് കൗണ്ട് ചെയ്യും. 11 സംഗംയുഗം, 10 സത്യുഗം. 10 സത്യുഗം ഇതൊക്കെയാണ്. നിങ്ങൾ 10 എങ്ങനെ സത്യുഗത്തിൽ വരുക? അല്ല, 5 സംഗംയുഗത്തിലാണ്. എൻ്റെ അമ്മേ, നിങ്ങൾ കാല് മാറ്റിട്ടുണ്ടോ? എൻ്റെ അമ്മേ, നമ്മൾ സംഗംയുഗം നമ്മൾ വിജയിക്കണ്ടേ? ഈ 5 എല്ലാം പ്രകൃതിന് 5 തത്വങ്ങൾ സംഗംയുഗമാണ്. അപ്പൊ എത്രയായി? 16. 5 സത്യുഗം. ഈ 5 സത്യുഗം ഒന്ന് നോക്കട്ടെ ആരൊക്കെയാണ്. 2-3 പേരെ ഇപ്പുറത്ത് മാറ്റാൻ പറ്റുമെന്ന് നോക്കട്ടെ. 5 എണ്ണം ആരാണ് സത്യുഗത്തിന്? 5 ദേവീ ദേവതകൾ ആരാണ് നോക്കട്ടെ. വിഷ്ണു. ഓക്കെ, വിഷ്ണു. ഹലോ, നിങ്ങൾ ഏത് പാർട്ടിയിലാണ് ആദ്യം പറ. സംഗംയുഗക്ക് അങ്ങനെയല്ല, അത് നമുക്ക് ചെറിയ കൺഫ്യൂഷൻ. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനത്താണ്. ബ്രദേഴ്സ് തന്നെ ജയിച്ചത്. വിഷ്ണുവിനെ അമ്പർത്ത് മാറ്റി. 4 എണ്ണം പറ. ലക്ഷ്മി, ശ്രീനാരായൺ, പിന്നെ ശ്രീകൃഷ്ണൻ. പറ, 4 എണ്ണം പറ. ദേവേന്ദ്രൻ ഒരെണ്ണം ഉണ്ട്. ഓക്കെ, മഹാലക്ഷ്മീസ്. ഓക്കെ, എല്ലാം കൂടി 2 ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണൻ വിഷ്ണു ഒരേ ഇതാണ്. പക്ഷെ പിന്നെ നമുക്ക് അറ്റ്ലീസ്റ്റ് 3 എണ്ണം നിന്നോട്ടെ അവിടെ. അല്ല, ഓക്കെ. ശ്രീകൃഷ്ണൻ ബച്പൻ, വിഷ്ണു അല്ല. ആരൊക്കെയാ 3 പേര്? ശ്രീകൃഷ്ണൻ, ദേവേന്ദ്രൻ, പിന്നെ ശ്രീലക്ഷ്മി. നാരായൺ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ 4ാമത്തെ ആയിരുന്നു. ആകെ 3 എണ്ണം ഇല്ലു സത്യുഗത്തില്. ഔട്ട് ഓഫ് 21 3 എണ്ണം മാത്രമേ സത്യുഗത്തിന്റെ ക്യാരക്ടർ ഉള്ളൂ. സോ ഔട്ട് ഓഫ് 21 എന്ന് പറഞ്ഞാൽ എത്ര? 19, 20, 21. 18 ദേവീ ദേവതകള് സംഗം യുഗത്തിന് ഓർമ്മയാണ്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യേണ്ട ഈ എക്സസൈസ് ഇതാണ്. നമ്മളെപ്പം പറയണം മനുഷ്യസെ ദേവത ബന്ന. നമ്മൾ വിചാരിക്കും സത്യുഗത്തിലാണ് നമ്മൾ ദേവീ ദേവത ആവാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ സംഗം യുഗത്തിൽ തന്നെയാണ് എല്ലാ ഓർമ്മ, എല്ലാം യാദ്ഗാർ, സ്മൃതി. അപ്പൊ നമ്മൾ ഈ ഓരോരോ ദേവീ ദേവതകൾ എല്ലാ ദിവസവും അമൃത് വില എണീച്ചിട്ട് ഓരോരോ ദേവീ ദേവതകളെ മുന്നോട്ട് കൊണ്ടുവരണം. ബാബനെ ഓർത്തിട്ട് അവരെ നോർക്കണം. അവൻ്റെ എത്ര ക്യാരക്ടേഴ്സ്, എത്ര ദിവ്യ ഗുണങ്ങൾ സ്വാമിഭായിൻ്റെ ലൈഫിൽ കാണാൻ പറ്റുന്നുണ്ട്. ദേഖ്ന പഠിക. ശ്രീ ഗണേശന്റെ കുറേ സ്വരൂപം കാണിക്കുന്നുണ്ടല്ലോ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഓരോരു അതിൻ്റെ കർമ്മേന്ദ്രികളുടെ വലിയൊരു അർത്ഥമാണ്. പക്ഷെ അത് ശ്രീ ഗണേശ്ജിയും റൈറ്റ് ഹനുമാന്റെ മാത്രം. ഹനുമാൻ ആരും എഴുതിയിട്ടില്ലല്ലോ. ദേ എവിടെ? ദീപാബേന്റെ പേരിൽ വന്നിട്ടില്ല ഹനുമാൻ. ഹനുമാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റൈറ്റ്. അപ്പൊ ഹനുമാനും യാദ്ഗാർ ഈ സംഗം യുഗത്തിനാണ്. ഓക്കെ. അപ്പം നമ്മൾ എപ്പെങ്കിലും ബാബേൻ്റെ ഓർമ്മയിൽ ഇരുന്നിട്ട് ഈ ഓരോരോ ദേവീ ദേവതകളുടെ ക്യാരക്ടേഴ്സ് നമ്മൾ ഓർക്കണം. നമ്മൾ ഈ 21 ദേവീ ദേവതകളുടെ എത്ര സ്വരൂപം നമ്മൾ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പം എത്ര നമ്മൾ ഇവിടെ സംഗം യുഗത്തിൽ ആ ദേവീ ദേവതൻ്റെ ആ ക്വാളിഫിക്കേഷൻ നമുക്ക് കിട്ടുന്ന അത്ര സത്യുഗത്തിൽ നമുക്ക് ശ്രേഷ്ഠമായ പദവി നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ ഒരു സന്തോഷമുള്ള കാര്യം, ആരും ശ്രീരാമൻ്റെ പേര് എഴുതിയിട്ടില്ല. ശ്രീരാമൻ ത്രേതായുഗ് എഴുതിയിട്ടുണ്ടോ? ത്രേതായുഗത്തിന് ദേവീ ദേവത തന്നെ എഴുതണമായിരുന്നു. പിന്നെ ജാനിക്ക് ജനക് രാജ എഴുതണമായിരുന്നല്ലോ. മൊത്തം ഫാമിലി വരട്ടെ. പിന്നെ ലവ് കുഷൻ എന്തിനാ വിടുന്നത്? അവരും വരട്ടെ. അല്ലല്ല, ഉണ്ട് 33 ദേവീ ദേവതകൾ ഇവരെല്ലാരും വരുന്നുണ്ട്. എന്നാ ഷുവർ. അപ്പൊ നമുക്ക് വളരെ റെസ്പെക്ട് തന്നെയാണ്. അപ്പൊ ശ്രീരാമൻ ആയാലും ശരി, 4 അവരുടെ ബ്രദേഴ്സ് ആയാലും ശരി, സീത ആയാലും ശരി, ജനക് രാജാവ് ബാബ മുരളിയിൽ പറയാറുണ്ട്, ലവ് ഖുഷ് പറയാറുണ്ട്. പക്ഷെ ഇപ്പം നമ്മളെല്ലാം യാദ്ഗാർ പറയുന്നത് അതിൻ്റെ സ്വരൂപം നമ്മൾ ആയിക്കൊണ്ടിരിക്കണം, റൈറ്റ്. ബാബ നീ ബഹുത് പ്യാർ സെ കഹ. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്നത്തെ ഈ ക്ലാസ് എത്ര പേർക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കൈ പൊക്കേട്ടെ? വെരി ഗുഡ്. യെസ്, സോ വെരി ഗുഡ്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ലാസ്റ്റിൽ വരദാനം നമ്മൾ നോക്കിയിട്ട് എല്ലാവരും കൈ ഇങ്ങനെ വെക്ക് തലയിൽ. बाबा का वरदानी हाथ मेरे हाथ पर. सभी बोलो, यज्ञ सेवा द्वारा. अच्छे तो बोला, यज्ञ सेवा द्वारा सर्व प्राप्तियों का
प्रसाद प्राप्त करने वाले ऑलराउंड सेवाधारी भव. താഴേക്ക്. അപ്പം ബാബ ഇന്ന് വരദാണ്ട് ഇതാ പറഞ്ഞത്, സംഗം യുഗ് पर ऑलराउंड सेवा का चांस मिलना. നമുക്ക് ഏതെങ്കിലും ഈ സംഗം യുഗത്തിൽ സേവക്ക് വേണ്ടിയിട്ട് ചാൻസ് കിട്ടുന്നത് അത് വലിയ സൗഭാഗ്യമാണ്. यह भी ड्रामा में एक लिफ्ट है. जो प्यार से यज्ञ की ऑलराउंड सेवा करते हैं उन्हें सर्व प्राप्तियों का प्रसाद स्वतः प्राप्त हो जाता है. റൈറ്റ്? അപ്പോൾ ആ ദിവസം ഞാൻ പറഞ്ഞ മാതിരി സാധാരണ നമ്മൾ സേവ എങ്ങനെയാണ് ചെയ്യുന്നത്? തൻ മൻ ധൻ, മനസ വാച കർമ്മ, സമയ ശ്വാസ് സങ്കൽപ്പ്. എല്ലാവരും പറയാം, തൻ മൻ ധൻ സമയ ശ്വാസ് സങ്കൽപ്പ്. ഇനി ഏതാ മൂന്നെണ്ണം ഉള്ളത്? തൻ മൻ ധൻ, മനസ, വെച്ചിട്ട് പറയാം, മനസ വാച കർമ്മണ. ഇനി ഒരേ സേവയും ഇനിയിപ്പം ഉണ്ട്. എന്താണ് ഇത് വിട്ടിട്ട്? എത്ര പേരുടെ ശരീരത്തിൽ രക്തമുണ്ട് ഒന്ന് കൈപ്പൊക്കാട്ടെ. അതും ദാനം കൊടുക്കണം. 300 ml മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഇതൊരു വലിയൊരു സേവയാണ് ആഗസ്റ്റ് മാസത്തിൽ. പക്ഷെ എല്ലാവർക്കും ബ്ലഡ് ഡൊണേഷൻ ചെയ്യാൻ പറ്റില്ല. അതിന് പല ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയ ഇപ്പം മധുവെന്ന് ആ ഇൻസ്ട്രക്ഷൻസ് വരും. അതിന് ഏജ് നോക്കണം, ആ ഏജ് നോക്കണം. പിന്നെ നമ്മുടെ രക്തം വളരെ പ്യുവറായിരിക്കണം. അപ്പോൾ ഞാനൊരു പ്രാവശ്യം ആർമീൻ്റെ ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് പോയായിരുന്നു. എവിടെയാണ് ചെയ്ത? ജയ്പൂരിൽ. അപ്പോൾ ജയ്പൂർ ആർമീൻ്റെ പ്രോഗ്രാം ചെയ്യുമ്പോൾ 2 സെഷൻ അവർ വെച്ചത്. ആർമീൻ്റെ പ്രോഗ്രാം ആയിരുന്നു. അപ്പോൾ 2 സെഷൻസ്. ദ ഫസ്റ്റ് സെഷൻ വാസ് ഓൺ ഓർഗൻ ഡൊണേഷൻ. ഒരു NGOനെ അവർ വിളിച്ചു. രണ്ടാമത്തെ ടോപ്പിക്കായിരുന്നു മെഡിറ്റേഷൻ. ബ്രഹ്മകുമാരീസിനെ ആർമി ആൾക്കാർ വിളിച്ചു. അപ്പം ഞാൻ നേരത്തെ അവിടെ പോയായിരുന്നു. അപ്പോൾ ഈ ഫസ്റ്റ് സെഷനിൽ ഓർഗൻ ഡൊണേഷനെ പറ്റി അവർ പല കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഓർഗൻ ഡൊണേഷനിൽ നമ്മുടെ കോർണിയാസിന് നമ്മൾ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും, ഹാർട്ടിന് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും, കിഡ്നീനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും, പാൻക്രിയാസിന് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. റൈറ്റ്? അപ്പോൾ ഇപ്പം ഈ പാൻക്രിയാസും ലിവർ വളരെ കൂടുതൽ ഷോർട്ടേജാണ് വരുന്നത്. ചില ആൾക്കാർ മൊത്തം ശരീരം തന്നെയാണ് അവർ ഡൊണേറ്റ് ചെയ്യുക. അപ്പോൾ അതിന് വലിയൊരു NGOs നമ്മുടെ ഭാരതത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ സെഷനായിരുന്നു. അപ്പോൾ ഞാൻ അവർ എല്ലാവരും വളരെ നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. ഇതും ഒരു വലിയ സമാജ സേവയാണ്. പക്ഷെ ഞാൻ പറഞ്ഞു, നമ്മൾ ഏതെങ്കിലും ഒരു ഗിഫ്റ്റ് ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഗിഫ്റ്റ് നല്ല കണ്ടീഷനിലായിരിക്കണം. നമുക്ക് ആർക്കെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്, അവർ ഗിഫ്റ്റ് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് കുറച്ച് ഡാമേജ്ഡ് ആണ്. അപ്പം നമ്മൾ എന്ത് പറയും? ഇസ്സേച്ച ആ ഗിഫ്റ്റ് തന്നിട്ടില്ലെങ്കിൽ നന്നായിരിക്കും അല്ലേ? അതേമാതിരി നമ്മൾ കണ്ണ് ആർക്കെങ്കിലും ഡൊണേറ്റ് ചെയ്യണ്ടേ, പക്ഷെ കണ്ണിൻ്റെ സ്ഥിതി കറക്റ്റ് ആയിരിക്കണമല്ലോ. കിഡ്നി നമ്മൾ കൊടുക്കുന്നുണ്ട്, പക്ഷെ കിഡ്നീൻ്റെ കണ്ടീഷൻ നല്ലതായിരിക്കണം. ലിവറും പാൻക്രിയാസ് കൊടുക്കണം, പക്ഷെ ലിവറും പാൻക്രിയാസ് നല്ല സ്വരൂപത്തുണ്ടെങ്കിൽ മാത്രമേ അത് ആയിരിക്കാം നമ്മൾ ദാനം ചെയ്യുന്ന അവർക്ക് എന്തെങ്കിലും ഗുണം ചെയ്യുള്ളൂ അല്ലേ? അതേമാതിരി ഓർഗൻ ഡൊണേഷൻ ചെയ്യണോ വേണ്ടോ അത് എല്ലാവരും ഒരു പേഴ്സണൽ ഇതാണ്, ചോയ്സാണ്. പക്ഷേ ഡോക്ടേഴ്സ് പറഞ്ഞ് ഈ ബ്ലഡ് നമ്മൾ ഒരു 2 വർഷത്തെ ഒരു പ്രാവശ്യം നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ശരീരത്തിന് അത് സർക്കുലേറ്റ് ആയിട്ട് നല്ല ബ്ലഡ് സെൽസ് ഉണ്ടാക്കും. ഇറ്റ് ഈസ് എ വെരി നാച്ചുറൽ പ്രോസസ്സ്. പിന്നെ ആർക്കെങ്കിലും അത് ആവശ്യമുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ 22nd, 23rd, 24th ഓഗസ്റ്റ് ബ്രഹ്മകുമാരീസ് മറ്റേ NGOസിനെ കാട്ടി കൂടെ ചേർന്നിട്ട് നമ്മൾ ഈ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ചെയ്യാണ്. അപ്പോൾ കുറേ ബ്ലഡൊന്നും നമുക്ക് ശേഖരിക്കാൻ പറ്റില്ല. നമ്മളിവിടെ അടുത്തുള്ള ഗവൺമെൻറ് ഇല്ല ആ ബ്ലഡ് ക്യാമ്പിൽ പോകണം, ബ്ലഡ് സെൻറ്ററിൽ. അവരടുത്ത് നമ്മൾ ചോദിക്കണം എത്ര യൂണിറ്റാണ് ബ്ലഡ് വേണ്ടത്. അത്ര യൂണിറ്റ് മാത്രം നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കുറേ നമ്മൾ 5-6-8 മാസം നമുക്കത് ശേഖരിച്ചിട്ട് വെക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് കുറേ റൂൾസും പ്രോട്ടോകോൾസൊക്കെ ഉണ്ട്. പക്ഷേ ഈ സേവ നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? ഈ സേവ എന്തുകൊണ്ടാണ് ചെയ്യുന്നത് പറഞ്ഞാൽ നമുക്ക് പല ആൾക്കാരായിട്ട് നമുക്ക് കോണ്ടാക്റ്റ് കിട്ടും. നമ്മളവരെ പോയിട്ട് നമ്മൾ കാര്യങ്ങൾ പറയും. റൈറ്റ്? അപ്പോൾ നമ്മൾ ബാബേൻ്റെ കുട്ടികൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ബാബ പറഞ്ഞിട്ടുണ്ട് ഓൾറൗണ്ട് സേവാധാരി മനസാ സേവ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് 3:30 മുതൽ 4:45 വരെ നല്ല ഒരു കമൻട്രി ആക്കിയിട്ടുണ്ട്. 25th ഓഗസ്റ്റ് നമ്മുടെ ദാദി പ്രകാശ് മണിജീൻ്റെ സ്മൃതി ദിവസമാണ്. വിശ്വ ബന്ധുത്വ, വേൾഡ് ബ്രദർഹുഡ്, യൂണിറ്റി ഡേ ആണ്. അപ്പോൾ ഈ ബ്ലഡിൻ്റെ കളർ എവിടെയായാലും ശരി, കളർ ഇസ് ദ സെയിം. ബ്ലഡ് ഈസ് ഓൾവേസ് റെഡ് ഇൻ കളർ. റൈറ്റ്? അപ്പോൾ നമ്മൾ ആർക്കെങ്കിലും ബ്ലഡ് കണ്ടിട്ട് ഇത് ഏതാണ് ജാതി, ഏതാണ് മതം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നമ്മളെന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഓക്കെ, ഈ മനസാ സേവ ചെയ്യണം. പിന്നെ ആർക്കൊക്കെയാണ് ബ്ലഡ് ഡൊണേഷൻ കൊടുക്കാൻ പറ്റുന്നത് അതിന് ക്രൈറ്റീരിയ ആണ്. ഏജ് ഗ്രൂപ്പ്
ഇപ്പം മേ ബി 12 years to 40 years, അത് ഞാൻ ഏജ് ഗ്രൂപ്പ് നോക്കിയിട്ട് പറയാം, അതിന് ലെറ്റർ വരുന്നുണ്ട്. പക്ഷെ നമ്മളെല്ലാവരും ബ്ലഡിനെ വളരെ പ്യുവറും പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നാച്ചുറോപ്പത്തി കൊണ്ടുവന്നത്. സന്തോഷമായല്ലോ. അപ്പോൾ ഈ നാച്ചുറോപ്പത്തി എന്ന് പറഞ്ഞാൽ ഈ സത്യുഗം ത്രേതായുഗത്തിൻ്റെ സിസ്റ്റമാണ് നാച്ചുറോപ്പത്തി. ദ്വാപർ യുഗത്തിലാണ് ആയുർവേദ വരുന്നത്, കലിയുഗത്തിലാണ് ഈ അലോപ്പത്തി വരുന്നത്. അപ്പോൾ സത്യുഗത്തിൽ നമ്മൾ കറക്റ്റ് ജീവിതശൈലിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ നാച്ചുറോപ്പത്തി ഫോളോ ചെയ്യണം. നാച്ചുറോപ്പത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനാണ് ഈ ബ്ലഡ് ഉണ്ടാവുന്നത്. നമ്മളെന്താണ് ഭക്ഷണം കഴിക്കുന്നത്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എത്ര കൂടുതൽ ഹൈ എനർജി ഫുഡാണ് നമ്മൾ കഴിക്കുന്നത്, ഹൈ എനർജി ഫുഡ് അത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ബ്ലഡ് വളരെ പ്യുവറും പോസിറ്റീവായിട്ട് മാറും. അതിൽ വളരെ കൂടുതൽ ഊർജ്ജം ഉണ്ടാവും. അപ്പം നാച്ചുറോപ്പത്തി പറയുന്ന ഇതാണ്, റൈറ്റ്? നമുക്ക് പ്രകൃതി തന്ന അതേ സ്വരൂപത്തിൽ നമ്മൾ എത്ര കഴിക്കാൻ പറ്റുന്നത്, നമ്മൾ അതേപോലെ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യാൻ പാടില്ല. മെല്ലെ 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 അതിലേക്ക് പോകണം, റൈറ്റ്? അപ്പം നമുക്ക് ഏറ്റവും കഴിക്കാൻ പറ്റുന്നതാണ് ഫ്രൂട്ട്സ്, നാച്ചുറലായിട്ട് കിട്ടുന്ന ഫ്രൂട്ട്സ്. നമ്മുടെ കേരളത്തിൽ പഴം എത്ര നന്നായിട്ട് കിട്ടുന്നുണ്ട്, തേങ്ങ എത്ര നന്നായിട്ട് കിട്ടുന്നുണ്ട്, ഇതൊക്കെ കഴിക്കാം. പിന്നെ ചില ഫ്രൂട്ട്സ് നമുക്ക് വാങ്ങിച്ചിട്ട് ഇപ്പം ഇത് മാങ്ങേൻ്റെ സീസണാണ്, നമുക്ക് നന്നായിട്ട് രാവിലെ എണീച്ചിട്ട് ഖാലി പേറ്റിലാണ് ഫ്രൂട്ട്സ് കഴിക്കേണ്ടത്. അപ്പോൾ ഈ ഫ്രൂട്ട്സ് നമുക്ക് വയറ് നിറഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഫ്രൂട്ട്സ് കഴിക്കാൻ പാടില്ല, ബിക്കോസ് ഫ്രൂട്ട്സ് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവും. അപ്പോൾ ഈ ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിന് 5 തത്വങ്ങൾ, 5 ദേവതകൾക്ക് ഭയങ്കര സന്തോഷം വരും. രാമചന്ദ്രൻ ഭായി, ഏതാണ് 5 ദേവതകൾ? ധർത്തി ദേവത, ജൽ ദേവത, അഗ്നി ദേവത, പൃഥ്വി ദേവത, എല്ലാവർക്കും ഭയങ്കര സന്തോഷം. എൻ്റെ അമ്മയെ. അപ്പം ഈ ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത്. പിന്നെ രണ്ടാമത്തെ കുക്ക്ഡ് ഫുഡ്, അത് അസിഡിക് ആയിട്ട് മാറും. പക്ഷേ കുക്ക്ഡ് ഫുഡ്, പാചകമുള്ള ഭക്ഷണം, അത് നമ്മൾ കഴിക്കണം, നമ്മൾ കുറച്ച് ബാലൻസ് ചെയ്യണം. പക്ഷെ അതിന് മുമ്പ് നന്നായിട്ട് സലാഡ് കഴിക്കണം, ചെറിയ ചെറിയ പീസ് കട്ട് ചെയ്തിട്ട്. പിന്നെ ചിലവർക്ക് സലാഡ് കഴിക്കുമ്പോൾ ഗ്യാസ് പ്രൊഡ്യൂസ് ആവും. അപ്പോൾ അത് കുറച്ച് എന്താ ചെയ്യേണ്ടത്, ബോയിലിംഗ് വാട്ടർ, നല്ലോണം വെള്ളം ചൂടാക്കുക, ഒരു 2 മിനിറ്റത്തേക്ക് അത് വെക്കുക. അത് ബോയിൽ ചെയ്യാൻ പാടില്ല, 2 മിനിറ്റത്തേക്ക് ചൂട് വെള്ളത്തിൽ ഇടുക, ഗ്യാസ് ഓഫ് ചെയ്തിട്ട്. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് എടുത്തിട്ട്, അപ്പോൾ അത് കുറച്ച് സോഫ്റ്റ് ആവും. അപ്പോൾ നമ്മുടെ ശരീരം അത് ഈസിലി ഡൈജസ്റ്റ് ഇനീഷ്യലി കഴിക്കണം. അപ്പോൾ നന്നായിട്ട് സലാഡ് കഴിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുക. ഭക്ഷണത്തിലും ഈ അരിയും ഗോതമ്പും ലാസ്റ്റ് കഴിക്കണം. എത്ര കൂടുതൽ നമ്മൾ സബ്ജി ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മുടെ ഡോക്ടർ വിമൽ മോദി, അവർ എൻ്റെ പ്രിൻസിപ്പളായിരുന്നു, റൈറ്റ്? 40 കുട്ടികളാണ് അവിടെ ജോയിൻ ചെയ്തത്. 2 മാസത്തെ ഫുൾ തിയറി, പ്രാക്ടിക്കൽ, വൈവ, അസൈൻമെൻറ്റ് എല്ലാം ഉണ്ടായിരുന്നു. കുറേ അസൈൻമെൻറ്റും കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. രാവിലെയും വൈകുന്നേരം യോഗ ക്ലാസ്. അപ്പോൾ ഈ 40 കുട്ടികൾ സ്വാമി ഭായ് ഗോൾഡ് മെഡലിസ്റ്റ് ആയിട്ട് മാറി. കയ്യാരടിക്കുക. അപ്പോൾ എത്ര വർഷങ്ങളായിട്ട് ഒരു സ്റ്റുഡൻറ്റ് ലൈഫായിട്ട് ഞാൻ പോയത്. അപ്പം ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം എന്നാ നമ്മൾ ഒരു ആൻസർ ഷീറ്റ് എങ്ങനെ എഴുതേണ്ട, അതിനൊരു കലയുണ്ട്. ഗോൾഡ് മെഡലിസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അതിനൊരു സ്ട്രക്ചറുണ്ട്. നമ്മൾ കുറേ കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രം പോരാ, ദ വേ ഓഫ് പ്രസൻറ്റേഷൻ, ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ക്ലാസ് 1 വരുന്നത് ബുദ്ധി മാത്രമല്ല, നമ്മളത് എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ആൻസർ ഷീറ്റ് എന്ന് പറഞ്ഞാൽ ആ ആൻസർ ഷീറ്റ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നാൽ വളരെ ഇമേജസ് വെച്ചിട്ട് അതൊക്കെ ചെയ്തിട്ടാണ്. അപ്പം ഈ നാച്ചുറോപ്പത്തിയിൽ ഡോക്ടർ വിമൽ മോദി പറഞ്ഞത് കാര്യം എന്താണ്, അവരെന്താ പറഞ്ഞതെന്ന് പറഞ്ഞാൽ 7 ദിവസത്തിൽ 5 ദിവസം, അവൻ്റെ ഡയലോഗാണ്, 5 ദിവസം നിങ്ങൾ നാച്ചുറോപ്പത്തി ഫോളോ ചെയ്യും. നാച്ചുറോപ്പത്തി പറഞ്ഞാൽ ഫ്രൂട്ട്സ്, സലാഡ്സ്, വൈകുന്നേരം കുറച്ച് സൂപ്പ്, പിന്നെ നിങ്ങൾ ചാവൽ, സാമ്പാർ, കൂട്ടുകറി, അവിയൽ, ഓലൻ എല്ലാം കഴിച്ചോളൂ, യാതൊരു പ്രശ്നമില്ല. പക്ഷെ ചോറും ചപ്പാത്തിയും ലാസ്റ്റ് കഴിക്കണം. ഫ്രൈഡ് ഐറ്റം കുറച്ച് കുറക്കണം. ഇതാണ് നാച്ചുറോപ്പത്തി. നമ്മുടെ ശരീരത്തിന് പ്രകൃതി മനസ്സിലാക്കിയിട്ട് മെല്ലെ 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 ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫാമിലിയുടെ സിറ്റുവേഷനും കാണണം. ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ ചിലപ്പോൾ ഫ്രൂട്ട്സ് എല്ലാ ദിവസവും എല്ലാവർക്കും ചിലപ്പോൾ പറ്റൂലെന്ന് വരും. ദാറ്റ് ഈസ് ഓൾസോ കണ്ടീഷൻ. അപ്പോൾ ഈസി ആയിട്ട് ഏറ്റവും ബെസ്റ്റ് കേരളത്തിന് പറ്റിയ 2 കാര്യങ്ങളാണ് ദേവീ ദേവതകളുടെ മുമ്പിൽ നമ്മൾ വെക്കുന്ന സംഗമികത്തിൽ. ഒന്ന് തേങ്ങയാണ്, രണ്ടാമത്തെയാണ് പഴം. ഇതിനത്ര കോസ്റ്റ് ഒന്നും വരുന്നില്ലല്ലോ. എല്ലാ ദിവസവും കുറച്ച് പഴം നോക്കിയിട്ട് കഴിക്കുക. തേങ്ങ ഈസ് വെരി വെരി ഗുഡ്, അത് വളരെ കൂടുതൽ ഫൈബർ ഉണ്ട്, കറക്റ്റ്. പിന്നെ ഉച്ചയ്ക്ക് ഇത് സലാഡ് കഴിച്ചിട്ട് പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാം. ഭക്ഷണത്തിൽ ആദ്യം സബ്ജി കൂടുതൽ കഴിക്കണം, പിന്നെ മെല്ലിനെ ചോറും ചപ്പാത്തി. നിങ്ങളുടെ സിറ്റുവേഷൻ നോക്ക്, നിങ്ങളുടെ വീട്ടിൻ്റെ സിറ്റുവേഷൻ, നിങ്ങളുടെ എക്കണോമിക് സിറ്റുവേഷൻ. ഏക് ആത്മാ ന മിലെ ദൂസരെ ആത്മാ സെ. അതേമാതിരി ഒരു ശരീരത്തിന് പ്രകൃതി മറ്റേ ശരീരത്തിന് പ്രകൃതിയായിട്ട് മാച്ച് ചെയ്യില്ല. ഒരു വീട്ടിൻ്റെ കണ്ടീഷനും മറ്റേ വീട്ടിൻ്റെ കണ്ടീഷൻ മാച്ച് ആവില്ല. അപ്പം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണലായിട്ട് നോക്കിയിട്ട് അത് സെറ്റ് ചെയ്യാം.
റൈറ്റ്. അപ്പോൾ ഈ നാച്ചുറോപ്പതി നമ്മൾ എത്ര കഴിക്കുന്നത്, ബ്ലഡ് വിൽ ബി വെരി വെരി പ്യുവർ. ഈ ബ്ലഡ് പ്യുവർ ആയി കഴിഞ്ഞാൽ, സങ്കല്പം പ്യുവർ ആയി കഴിഞ്ഞാൽ ആ ബ്ലഡ് നമ്മൾ ഡൊണേറ്റ് ചെയ്യണം. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാ ലോകത്തിന് ആൾക്കാർ പറയും വി വാണ്ട് ഓൺലി BK ബ്ലഡ്. എപ്പോഴാണ് പറയുന്നത്, ആ സമയത്ത് ബാബ പ്രത്യക്ഷമാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മനസ്സിലാക്കുക. ഈ 300 ml ബ്ലഡ് മാത്രമല്ല, ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് pH വാല്യൂ, കറക്റ്റ് ഹിമോഗ്ലോബിൻ, കറക്റ്റ് പ്ലേറ്റ്ലെറ്റ്സ്, ഫുൾ ബ്ലഡ് റിപ്പോർട്ട് എടുക്കുന്നില്ലേ. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ആദ്യം ബ്ലഡ് ടെസ്റ്റാണ് ഡോക്ടർ പറയുന്നത്. കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്, കുറേ പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പം നമ്മുടെ ഭക്ഷണം, നമ്മുടെ നല്ല സങ്കല്പം വന്നാൽ നമ്മുടെ ബ്ലഡ് വളരെ കറക്റ്റ് ആയിരിക്കണം. റൈറ്റ്. അപ്പം നാളെ മുതൽ പറ്റുന്ന രാവിലെ എണീക്കുക. അപ്പം അമൃത് വേലയുടെ സംസ്കാരമാവും. പിന്നെ ഈ ഒരു സേവ മൊത്തം ലോകത്തിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ തൽക്കാലം ഭാരതം, നേപ്പാൾ, ചൈന, ഈ 3 കൺട്രീസാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ചൈന പോയിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പം ഈ ഒരു നല്ല സേവ ബാബ പറഞ്ഞ മാതിരി എന്തായാലും ശരി വിജയമാവും. നമ്മളെല്ലാവരും ആ സങ്കല്പം എന്തായാലും ശരി കൊടുക്കണം. താങ്ക് യു. ഓം ശാന്തി.